കൃഷ്ണാരിപത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗമ്യതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഊഞ്ഞാലാടുന്നുണ്ട്. കൃഷ്ണനാണ് ഊഞ്ഞാലാടുന്നുണ്ട്. കൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹി ഹരണം ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി ദാഹനം, പശ്ചാൽ രാവണ കുംഭകർണഹനനം, ഏതദ്ധി രാമായണം. ഏകശ്ലോകി രാമായണത്തിലൂടെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ. ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മിനിയാന്ന് ഞാൻ ചോദിച്ചതിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആരാണ് ശ്രീരാമനെ നദി കടക്കാൻ സഹായിച്ചത് എന്നായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഥയൊക്കെ പറഞ്ഞു വന്നതിന്റെ ഇടയിൽ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ഞാൻ പറയാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ശൃംഗവേരപുരം എന്ന രാജ്യത്തെ രാജാവായ, നിഷാദന്മാരുടെ രാജാവായ ഗുഹനാണ് ഭഗവാനെ ഗംഗാനദി കടക്കാനായിട്ട് സഹായിച്ചത് എന്നാണ് കേട്ടോ അതിന്റെ ഉത്തരം. അത് കുറേ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാല്ലേ. ഇന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. 4 പേരുടെ, അതായത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങി 4 പേരുടെയും പത്നിമാരുടെ പേരെന്താണ് എന്നുള്ള ചോദ്യമാണ് കേട്ടോ ഇന്നത്തെ. ഒപ്പം ഇന്നലത്തെ ചോദ്യങ്ങളുടെ ഉത്തരം വേണ്ടേ എല്ലാവർക്കും? ഇന്നലെ ഞാൻ ചോദിച്ചത് ലക്ഷ്മണന്മാരെ ആരാണ് എന്താ പറയുക യാഗം മുടക്കുന്നു എന്നുള്ള ആ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയത്, യാഗരക്ഷയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടുപോയത് ആരാണ്, യാഗം മുടക്കാനായിട്ട് ശ്രമിച്ചിരുന്നത് ആർക്കാണ്, ശിലയായി പോകട്ടെ എന്ന ശാപം ലഭിച്ചത്, ശാപമോക്ഷം ലഭിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അതിന്റെ കഥ വിശദമായിട്ട് പറയാം. വസിഷ്ഠനാണ് ഈ ശ്രീരാമ ദേവന്റെ കുലഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വിശ്വാമിത്ര മഹർഷിക്ക് തോന്നിയിത്രേ അനേകം തരത്തിലുള്ള പ്രത്യേക ആയുധങ്ങളെല്ലാം ശ്രീരാമന് നൽകണം എന്ന്. അദ്ദേഹത്തിന് പല തരത്തിലുള്ള മന്ത്രങ്ങൾ വശമുണ്ട്. അതേപോലെ തന്നെ ആ മന്ത്രത്തിന്റെ ധനുസുകൾ നിശണ്ട്. അപ്പോൾ അതൊക്കെ ശ്രീരാമദേവന് നൽകണം എന്ന് വിശ്വാമിത്ര മഹർഷിക്ക് ആഗ്രഹം തോന്നി. ഉണ്ണി ഇങ്ങോട്ട് വരൂ, ഞാൻ കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉപദേശിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ആയുധങ്ങളൊക്കെ തരാം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് വിശ്വാമിത്ര മഹർഷിക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹം ദശരഥ മഹാരാജാവിനെ ചെന്ന് കണ്ടു പറഞ്ഞു ഇത്രേ, ഉണ്ണികളെ എൻ്റെ കൂടെ അയക്കണം, രാമനെ എൻ്റെ കൂടെ അയക്കണം. രാമൻ വന്നിട്ട് എനിക്ക് ചില ഉപകാരങ്ങൾ, ഒരു സഹായങ്ങൾ ചെയ്തു തരാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, എന്നെ എന്താ പറയാ എൻ്റെ യാഗം അല്ലെങ്കിൽ അമാവാസി ദിവസത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന ചില പൂജകളും യാഗങ്ങളും എല്ലാം മുടക്കാനായിട്ട് കുറച്ച് രാക്ഷസന്മാരുടെ ശല്യമുണ്ട്. അവരെയൊക്കെ ഒന്ന് കൊന്നൊടുക്കാനായിട്ട് ഈ രാമന്റെ സഹായം വേണം എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ടപ്പോ ദശരഥ മഹാരാജാവിന് ഒട്ടും താല്പര്യമില്ല പറഞ്ഞേക്കാൻ. കാരണം നമ്മളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ ഉണ്ണിയാണ് രാമൻ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 10-14 വയസ്സേ ആയിട്ടുള്ളൂ. അവനൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ എന്ന നിലയിൽ രാക്ഷസന്മാരെയൊക്കെ നേരിടാൻ എൻ്റെ ഉണ്ണിക്ക് ആയോ, അത്രയ്ക്കൊക്കെ ആയോ എന്ന് തോന്നില്ലേ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രാമ രാജീവലോചന എന്ന് പറഞ്ഞു അത്രേ. അദ്ദേഹം ആചാര്യൻ പറയാറുള്ളതാണ് കേട്ടോ. രാമ രാജീവലോചനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോ എന്താ തോന്നുക, രാമൻ എന്ന് പറഞ്ഞാൽ താമരക്കണ്ണനാണ്, അദ്ദേഹത്തിന്റെ രൂപവർണ്ണനയാണെന്ന്. ഒന്നുമല്ല. രാമ രാജീവലോചന എന്ന് പറഞ്ഞാൽ രാമൻ താമരയെ പോലെയാണ്. താമര സൂര്യനുള്ളപ്പോ മാത്രമല്ലേ ഇങ്ങനെ ഉദിച്ചു വിടർന്നൊക്കെ നിൽക്കുള്ളൂ, അല്ലാത്ത സമയം കൂമ്പി വാടിയിരിക്കില്ലേ? ഇതേമാതിരിയാണ് സന്ധ്യ ആയി കഴിഞ്ഞാൽ രാമന് ഉറക്കം വരും. അപ്പൊ ഈ നിശാചരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ നേരിടാൻ രാമനെ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരിട്ട് വരാം, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അത്രേ, പോരാ, അങ്ങല്ല, ഇദ്ദേഹം ഇപ്പൊ പഠിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ പറയാ, അതൊക്കെ ഒരു പ്രാക്ടീസിങ് വേണ്ടേ, ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ അതുകൊണ്ട് അദ്ദേഹത്തിനെ തന്നെ കൊണ്ടുപോകാം. അങ്ങനെ
രാമൻ എവിടെ പോയാലും രാമനെ അനുഗമിക്കുക ആരാ? ലക്ഷ്മണനാണ്. അപ്പൊ ലക്ഷ്മണൻ കൂടെയുണ്ട്. രാമനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവരെ കുറച്ചു ദൂരം നടന്ന സമയത്ത് അവർക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടാൻ തുടങ്ങിത്രേ. അപ്പൊ വിശ്വാമിത്ര മഹർഷി ചോദിച്ചു, ഉണ്ണികൾക്ക് വിശക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അത്രേ. അപ്പൊ അവര് ഉണ്ട് എന്ന അർത്ഥത്തില് തലയാട്ടി. അത് കണ്ട സമയത്ത് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അത്രേ, അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചാൽ ആ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ രണ്ടുപേരും പോയത്. അങ്ങനെ പോയി ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒന്ന് ഇടത്തോട്ടും പോകാനുള്ള വഴിയുണ്ട്, വലത്തോട്ട് പോകാനുള്ള വഴിയുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വലത്തോട്ട് പോകണ്ടാട്ടോ, അവളെ പേടിച്ച് ആരും ഇതുവഴി നടപ്പില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവളെ പേടിച്ചിട്ട് ഈ വഴിക്ക് ആരും പോവാറില്ല. എവളെ, താടകയെ പേടിച്ചിട്ട് ആരും ഈ വഴിക്ക് പോവാറില്ല, ഇപ്പുറത്തെ വഴിക്കേ പോവാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ഇവരവിടെ നിന്ന് കുറച്ചു നേരം സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് മനുഷ്യന്റെ ഗന്ധം വന്ന ആ ഒരു ഗന്ധം കേട്ട താടക ഓടിയടിക്കാൻ തുടങ്ങി അവരുടെ അടുത്തേക്ക്. സംശയമൊന്നും തോന്നിയില്ല വിശ്വാമിത്ര മഹർഷിക്ക്. ബാണം വില്ലെടുക്കൂ തൊടുക്കൂന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എന്തായി, രാമൻ ഉടനെ തന്നെ അമ്പെയ്ത ആ ഒരു താടകയുടെ കഥ കഴിച്ചു. രാമൻ നോക്കണേ, രാമന്റെ ഒരു കാര്യം, രാമൻ ഗംഭീരായിട്ട് ആ അസ്ത്രവിദ്യകളൊക്കെ പഠിച്ച് പുറത്തിറങ്ങി ആദ്യം തന്നെ അതൊരു സ്ത്രീയിലാണ് പ്രയോഗിക്കേണ്ടി വന്നത്. പക്ഷെ രാമന് പറയാൻ നല്ല ന്യായമുണ്ട് കേട്ടോ. ഗുരുവചന ബലാൽ താടകാം പാടയെത്തുക, അല്ലെങ്കിൽ മുനിവചന ബലാൽ താടകാം പാടയെത്തുക. എന്നോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ വാക്കുകളെ എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ താടകയെ വധിച്ചു എന്ന രീതിയിലാണത്രേ അദ്ദേഹത്തിന്റെ ആ താടകാവധം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും അവര് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു ആശ്രമം കണ്ടത്. ആ ആശ്രമത്തിന് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത അവർക്ക് അനുഭവപ്പെടുകയാണ്. അപ്പൊ ആ പ്രത്യേകത കൊണ്ട് തന്നെ അവരവിടെ കുറച്ചു നേരം നിന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി ആ ആശ്രമത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഗൗതമ മഹർഷിയുടെ ആശ്രമം. ഗൗതമ മഹർഷിയുടെ പത്നിയായിരുന്നു ബ്രഹ്മദേവന്റെ മകളായ അഹല്യ. അഹല്യ വിശ്വമോഹിനിയായിരുന്നു. എല്ലാ 14 ലോകങ്ങളിലെയും വെച്ച് സുന്ദരി, അല്ലെങ്കിൽ അത്രയും രൂപഗുണമുള്ളവൾ ആയിരുന്നു അഹല്യ. അഹല്യയുടെ രൂപഗുണത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ട് ഇന്ദ്രദേവന് അഹല്യയില് ഒരു മോഹം ജനിച്ചു അത്രേ. പക്ഷെ പതിവ്രതാരത്നമായ അഹല്യക്ക് അഹല്യയോട് മോഹം തോന്നിയിട്ട് ഒരു കാര്യമില്ല. അത് ഇന്ദ്രദേവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ദ്രദേവൻ ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന ആ ഗൗതമ മുനിയും ഗൗതമ പത്നിയായ അഹല്യയും കേൾക്കാൻ പാകത്തിന് കോഴി കൂവുന്നതായിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയിത്രേ. അപ്പോ നേരം പുലർന്നു എന്ന് കരുതിയിട്ട് ഗൗതമ മുനി അദ്ദേഹത്തിന്റെ ആ സാധാരണ സന്ധ്യാവന്ദനം ഒക്കെ ഗായത്രി ജപത്തിനൊക്കെ ആയിട്ട് എഴുന്നേറ്റ് അദ്ദേഹം കുളിക്കാൻ പോയി. ആ സമയത്ത് ഗൗതമ മുനിയുടെ അതേ വേഷത്തില് ഇന്ദ്രദേവൻ അഹല്യയെ പ്രാപിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നദിക്കരയിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, നേരം വെളുത്തിട്ടില്ല, എനിക്ക് തോന്നിയതാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ മറ്റൊരു ഗൗതമ മുനി അഹല്യയോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോ ആരാണ് എന്ന് മനസ്സിലാക്കിയ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് സാക്ഷാൽ ഇന്ദ്രദേവനാണ് എന്ന്. അപ്പോഴാണ് അഹല്യയ്ക്കും തോന്നിയത് ഇന്ദ്രദേവനാണ് എന്ന്. അപ്പോ പാതിവ്രത്യം നഷ്ടപ്പെട്ട അഹല്യയെ ശപിച്ച് കല്ലായി പോട്ടെ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരും അല്ലെ ഗൗതമ മുനിയോട്. എന്തിനാ അങ്ങനെ ചെയ്യണത്? അഹല്യ അറിയാതെ പറ്റിയതല്ലേ, അഹല്യയ്ക്ക് ഒട്ടും അറിഞ്ഞില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവുംല്ലേ. എന്നാൽ അങ്ങനെയല്ല. അഹല്യയോട് പറഞ്ഞത് അഹല്യയ്ക്ക് ഒരു കളങ്കം അവിടെ സംഭവിച്ചു. അപ്പോൾ ആ കളങ്കം മാറ്റാനായിട്ട് ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് വായു മാത്രം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൊള്ളുക. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ ഈശ്വര ഭജനത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടുവിലെ എത്ര കാലം ഇങ്ങനെ തന്നെ കഴിയാൻ സാധിക്കും? വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ, നിശാചരന്മാരുടെ, അങ്ങനെ ആരുടെ വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാവാം അല്ലേ. അപ്പൊ അത്തരം ആക്രമണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ആ അഹല്യയെ മറ്റാരാലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഇവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഒപ്പം
ത്രേതായുഗത്തിലെ ശ്രീരാമസ്വാമി വന്ന ശ്രീരാമസ്വാമിയുടെ ദർശനവും ലഭിക്കും, അദ്ദേഹത്തിൽ നിന്ന് ശാപമോചനവും ലഭിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഗൗതമ മഹർഷി വീണ്ടും തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ശാപം ലഭിച്ചു, ശിലയായി മാറി എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീരാമദേവൻ തൻ്റെ കാലുയർത്തിയിട്ട് അവിടെ കണ്ട ഒരു ശില, ഇതാണോ അങ്ങ് പറഞ്ഞ ആ ശില എന്നിങ്ങനെ കാലുയർത്തി ചോദിച്ചു അത്രേ. അപ്പോൾ രാമന്റെ പാദധൂളികൾ ആ ശിലയിൽ പതിഞ്ഞതും അതൊരു സുന്ദരിയായ അഹല്യയായി മാറി. അങ്ങനെ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു എന്നതുമാണ് കഥ. അപ്പോൾ ശപിച്ചതാരാണ്? ഗൗതമമുനിയാണ്. ശാപം ആർക്കാണ് നൽകിയത്? അഹല്യക്കാണ്. ഇനിയുള്ള എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഈ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സൊക്കെ മുടക്കാനായിട്ട് വന്നത്? ആരാ വന്നത് എന്ന് ചോദിച്ചാൽ സുബാഹുവും മാരീജനുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. താടകയും ഉണ്ടായിരുന്നു. താടകയെ അപ്പം തന്നെ വധിച്ചു. പിന്നെ ഇനി 2 രാക്ഷസന്മാരാണുള്ളത്. അതിലെ സുബാഹു, മാരീജൻ എന്നാണ് രണ്ടുപേരുടെയും പേര്. സുബാഹുവിനെ ഭഗവാൻ അപ്പം തന്നെ അമ്പെയ്ത് കൊന്നു. പിന്നെ ഉണ്ടായിരുന്നത് മാരീജനാണ്. മാരീജനെ ഭഗവാൻ അമ്പെയ്തതും മാരീജൻ എത്രയോ യോജന പുറകോട്ട് പോയി സമുദ്രത്തിൽ ചെന്ന് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ശ്രീരാമന്റെ ബാഹുപരാക്രമത്തിൽ ഇത്ര യോജന, ഇത്ര എന്താ പറയുക ശക്തി അദ്ദേഹത്തിനുണ്ട് എന്നറിഞ്ഞ ആ മാരീജൻ തന്നോട് എതിർക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ് ഓരോ വ്യക്തികളും അഹങ്കാരികളായി തീരണേ അല്ലേ. തന്നോട് എതിർക്കാൻ അനേകം ആളുകളുണ്ട് എന്ന് പറയുമ്പോഴോ അപ്പൊ അത്രയ്ക്കൊന്നും നമുക്ക് ധൈര്യം വരില്ല അല്ലെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ധൈര്യവും കോൺഫിഡൻസും ഒക്കെ അങ്ങോട്ട് പോയി മാരീജന്റെ. അതിനുശേഷം അദ്ദേഹം നല്ലവനായി ജീവിക്കാൻ, രാക്ഷസീയ അല്ലെങ്കിൽ മൃഗീയ സ്വഭാവങ്ങളെല്ലാം മാറ്റി നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ശ്രമിച്ചതിന്റെ എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് വരും കഥകളിൽ നമുക്ക് കേൾക്കാം. എന്തായാലും മാരീജൻ വധിക്കപ്പെട്ടിട്ടില്ല, സുബാഹു വധിക്കപ്പെട്ടു, താടകയും വധിക്കപ്പെട്ടു. ഇതാണ് ഇന്നലത്തെ എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, 4 സഹോദരന്മാരുടെ പത്നിമാരുടെ പേര് പറയുക എന്നാണ്. നമുക്ക് രാമൻ സീത എന്നറിയാം അല്ലെ. ലക്ഷ്മണൻ ആരുടെ പതിയായിരുന്നു? അതുപോലെ തന്നെ ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭാര്യമാരുടെ പേരെന്താണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ അറിയുന്ന എല്ലാവരും പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ചോദ്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഒരു സജഷൻ കിട്ടിയിട്ടുണ്ട്. വിശ്വനാഥൻ എന്ന ഭക്തൻ്റെ സജഷനാണ്. ട്രൈ ടു ആഡ് സം മോർ എക്സ്പ്രഷൻസ് ടു ദ സ്റ്റോറി, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് ടു ലിസൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കുറച്ചുകൂടി കഥ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഭാവം വന്നോട്ടെ, എന്നാലാണ് കേൾക്കാൻ സുഖം ഉണ്ടാവുകയെന്ന്. ഞാൻ ആ സജഷനെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു. എനിക്ക് ഭാവം കുറവാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ അത് ശ്രീരാമസ്വാമിയുടെ കഥകൾ പറയുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അത്രയ്ക്കൊന്നും കോൺഫിഡൻസും ഇല്ല, അത്രയ്ക്കൊന്നും ഭാവവും വരണില്ല. എന്നാൽ ഇത് തന്നെ ശ്രീകൃഷ്ണന്റെ കഥകളാവുമ്പോൾ എന്താണെന്നറിയോ, അതിൽ ഒരുപാട് സ്വന്തം അനുഭവങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ കഥയിൽ നമ്മൾ ലയിച്ചു പോകുമല്ലോ അല്ലേ. അതാണ് സംഭവിക്കണേ കേട്ടോ. അതാണ് ആ മാറ്റം. അടുത്തതായിട്ട് അഖില അനിൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. നമസ്കാരം സഹോദരാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഗുരുവായൂർ അമ്പലനടയിൽ ശ്രീകോവിലിന്റെ മുൻപിൽ ഞാനൊരു വിളക്ക് പിടിച്ചു നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ എണ്ണയും തിരിയും കണ്ടു. ഞാൻ ആ വിളക്ക് കത്തിച്ച് നടയിൽ വെച്ചു. എന്തായിരിക്കും ഇങ്ങനെ കണ്ടതെന്ന് പറയാമോ? ഞാൻ ടീച്ചറാണ്. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ മേശയുടെ മേൽ ഒരു മഞ്ചാടി കണ്ടു. കുട്ടികളോട് ചോദിച്ചപ്പോൾ അവരാരും വെച്ചതല്ല, കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അറിയിച്ചതായിരിക്കുമല്ലേ എന്ന്. അങ്ങനെ അറിയിച്ചത് മാത്രമല്ല, ഒരു നെയ്വിളക്ക് കൊണ്ടുവന്ന് കത്തിച്ച് വെക്കൂ എന്നും കൂടെ പറഞ്ഞതാണ് കേട്ടോ. അവിടെ സ്വപ്നങ്ങൾക്കൊക്കെ നല്ല നല്ല വ്യാഖ്യാനങ്ങൾ മാത്രം നൽകുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എണ്ണയും തിരിയും തീപ്പെട്ടിയും ഒക്കെ ആയിട്ട് ഒരു വിളക്കും കത്തിച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് വെച്ചാൽ സംശയമില്ല, ഇവിടെ നെയ്വിളക്ക് ഷീട്ടാക്കാനോ അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കാനോ ആണ് ഗുരുവായൂരപ്പൻ പറയണത്. എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ ടീച്ചറെ. അടുത്തതായിട്ട്
കൃഷ്ണനാട്ടംകളി ഷീട്ടാക്കിയാൽ പ്രസാദം കിട്ടുമോ എന്നാണ് സന്ധ്യാശരത്ത് എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രസാദ കിറ്റ് ഉണ്ട്. കൗണ്ടർ നമ്പർ 8 പോയാൽ നമുക്ക് ആ പ്രസാദ കിറ്റ് സ്വീകരിക്കാനും സാധിക്കും. അത് കൃഷ്ണനാട്ടംകളി ഷീട്ടാക്കിയാൽ ഷീട്ടും കൊണ്ടുപോയാൽ മതി, അതല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആ ഷീട്ടും കൊണ്ടുപോയാലും നമുക്ക് അതിൻ്റെ കിറ്റ് കളക്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. അടുത്തതായിട്ട് സിനി ബാബു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, എനിക്ക് നല്ല സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതിന് പ്രമീള ബായ് എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് ചേന വഴിപാട് സവിത പറയാറുണ്ടെന്ന്. ചേന നമുക്ക് കൊണ്ടുവന്ന് നടക്കിൽ സമർപ്പിക്കാം, അതല്ലെങ്കിൽ അവിടെ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു ചേന എടുത്ത് കൊണ്ടുവന്ന് ഭണ്ഡാരത്തിന്റെ മുകളിൽ വയ്ക്കാം, അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം തൂക്കാം. നമ്മൾ അവിടെ തന്നെയുള്ള ചേനയാണ് എടുത്തു വെക്കുന്നത് എങ്കിൽ തത്തുല്യമായ തുക നമ്മൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കേണ്ടതാണ് കേട്ടോ. അടുത്തതായിട്ട് നാലമ്പലത്തിലെ പത്മനാഭസ്വാമിയുടെ അവിടെ ഇരിക്കുന്ന തിരുമേനിയുടെ അടുക്കൽ നിന്നും പ്രസാദം കിട്ടാൻ അർച്ചനയുടെ ഷീട്ട് ആണോ എടുക്കേണ്ടത്, അതോ അവിടെ പൈസ കൊടുത്ത് പറയുകയാണോ വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്പിളി നായർ എന്ന ഭക്ത, അതായത് ഗണപതിയുടെ പുറകുവശത്തായിട്ട്. മാല കെട്ടാനിരിക്കുന്ന ആൾക്കാരല്ലല്ലോ ഉദ്ദേശിച്ചത്. മാല കെട്ടാനിരിക്കുന്ന ആൾക്കാർ ശുദ്ധമായിട്ട് മാല കെട്ടി ഗുരുവായൂരപ്പന് കൊടുക്കാനിരിക്കുന്നവരാണ്. ഗണപതിയുടെ പുറകുവശത്ത്, അതായത് അനന്തശായിയായ ഭഗവാന്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്ന തിരുമേനി എന്ന് പറയുന്നത് അദ്ദേഹമാണ് മേൽശാന്തി ആയിരിക്കും, അതല്ലെങ്കിൽ ഓദിക്കന്മാരിൽ ആരെങ്കിലും ആയിരിക്കും. അവരവിടെ അർച്ചനയുടെ പ്രസാദം കൊടുക്കാനാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അർച്ചന വേണമെങ്കിൽ അവരോട് പണം കൊടുത്ത് അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനും പറ്റും കേട്ടോ. ഇന്ന പേര് ഇന്ന നാള് എന്ന് പറഞ്ഞൊരു തുക കൊടുക്കുകയാണെങ്കിൽ അവർ അടുത്ത നേരത്തെ ശ്രീലകത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടുന്ന് പ്രസാദം ലഭിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതൊക്കെ ആരാ പറയണേ അറിയില്ല. മിനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നേത്രപിണ്ഡം എന്നൊരു വഴിപാടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേത്രപിണ്ഡം എന്നൊരു വഴിപാടിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. എനിക്ക് അറിയില്ല കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു വഴിപാടില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. എന്നാൽ ഇങ്ങനെ ഒരു വഴിപാട് ഉണ്ടെങ്കിൽ അത് ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇപ്പൊ നോക്കൂ, അനേകം യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ ഗുരുവായൂർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണ് അല്ലേ. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും വരും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ. ഇപ്പോൾ ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ വേൾഡ് വൈഡ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ പല വിദേശികളും ഹിന്ദുയിസം സ്വീകരിച്ചു വരുന്നവരും ഉണ്ട് ഇവിടെ, അതും കുറവല്ല. അപ്പോൾ ഒരുപാട് പേര് വരുന്ന ക്ഷേത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ, ഇതൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇതൊരു ഹോട്ട് സബ്ജക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ടും യൂട്യൂബേഴ്സ് ഞാൻ അടങ്ങുന്ന എല്ലാവരും എടുത്ത് പെരുമാറുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഞാനിപ്പോൾ എൻ്റെ ഈ 2 വർഷത്തെ യാത്രയിൽ ഞാൻ പറയാത്ത വഴിപാടുകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പുതുതായിട്ട് എന്തെങ്കിലും വഴിപാടുകൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികത ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒരു യൂട്യൂബറെയും ഞാൻ തള്ളി പറയുന്നതല്ല, പക്ഷെ ആധികാരികമായിട്ട് ഇപ്പൊ ഈ ചോദിച്ച പോലെ ഇങ്ങനൊരു വഴിപാട് അവിടെ ഉണ്ടോ, ഇതുവരെ സദ പറഞ്ഞു കേട്ടിട്ടില്ല, എന്നോട് ചോദിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും യൂട്യൂബേഴ്സിനോട് ചോദിച്ചോളൂ. പക്ഷെ ആ ചോദിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വിശ്വസ്തരായിരിക്കണം എന്ന്, വിശ്വാസമുള്ള ആൾക്കാരാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രം ചോദിച്ചത് മനസ്സിലാക്കൂ. നേത്രപിണ്ഡം എന്നൊക്കെ എനിക്കറിയാവുന്ന ഒരു യൂട്യൂബേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇനി അറിയില്ല ആരാണിത് പറഞ്ഞത് കേട്ടോ. അടുത്തതായിട്ട് മാല വിശ്വനാഥൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സപ്തശുദ്ധി അഭിഷേകം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാലോ, സപ്തശുദ്ധി അഭിഷേകം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. പൗർണമി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഓൺലൈൻ വഴിപാടിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാമോ എന്ന്. തീർച്ചയായിട്ടും www.guruvayurdevasamam.in എന്ന ID നിന്നാണ് നമുക്ക് ഷീട്ടാക്കാൻ പറ്റുക. പക്ഷെ അത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. പ്രമീള ബായ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത പറഞ്ഞിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വീൽ ചെയർ ഉണ്ടെന്ന്. പടിഞ്ഞാറ് നടയിൽ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമുണ്ടോ? എൻ്റെ ഭർത്താവിന് തീരെ നടക്കാൻ പറ്റില്ല, ചെരുപ്പില്ലാതെ. ഷുഗറിന്റെ ബുദ്ധിമുട്ടുള്ള ആളാണ്. കിഴക്കേ നടയിലെ ക്ലോക്ക് റൂമിലാണല്ലോ ചെരുപ്പ് വയ്ക്കാറുള്ളത്. പടിഞ്ഞാറ് നടയിലുണ്ട് കേട്ടോ.
ക്ലോക്ക് റൂമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ പോലെ ഒരു ചെറിയത് അവിടെ ഉണ്ട്, പടിഞ്ഞാറ നടയിലുണ്ട് കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ വലതുവശത്തായിട്ട് അവിടെ ഒരു ക്ലോക്ക് റൂം കാണാൻ പറ്റും. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ആ ക്ലോക്ക് റൂമാണ്. അപ്പോൾ കൂടെയുള്ള ആൾ ആരാണോ അവരെ ആ ഒരു ചെരുപ്പ് വാങ്ങി അവിടെ കൊണ്ടുവച്ച് വരാനുള്ള സമയവും ഉണ്ടാവും, കാണാൻ പറ്റും. അത്രയ്ക്കും ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും ചോദ്യങ്ങളുണ്ട്, പക്ഷേ എടുത്തിട്ടില്ല. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഗുരുവായൂരപ്പ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ. ഗുരുവായൂരപ്പ ശരണം.